വ്ളോഗോസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പക്ഷി മാമാങ്കം സീസൺ 2 സ്വാഗതം. ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് അഥവാ GBBCയുടെ രണ്ടാമത്തെ ദിവസത്തെ ആദ്യത്തെ വീഡിയോ ആണിത്. ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇടുക്കി ജില്ലയിലായിരിക്കില്ല വ്ളോഗ് ചെയ്യുന്നതെന്ന്. പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാഗമണ്ണാണ്. ശരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, അതായത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇടുക്കി ജില്ല ചൂസ് ചെയ്യാത്തതെന്നുള്ളത്. പക്ഷേ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴത്തേക്കും തൃശ്ശൂർ കോളിലൊക്കെ കറങ്ങി അടിച്ച് കിടന്ന് ഇച്ചിരി മടുത്തുപോയി. എന്നാലും ഒരുപാട് മടുത്തില്ല. നമ്മൾ ആ വ്ളോഗിൻ്റെ ഫോർമാറ്റ് ഒന്ന് മാറ്റിയത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വലിയ ഉപകാരം ഉണ്ടായി. അതുകൊണ്ട് ഈ ഒരു വ്ളോഗും ആ ഒരു ഫോർമാറ്റിൽ തന്നെയായിരിക്കും. ഞാൻ കംപ്ലീറ്റ്ലി ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ നമ്മുടെ സാധാരണ വ്ളോഗ് പോലെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് GBBC എന്ന് പറയുന്ന ഒരു ബേർഡ് സർവേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുതിയ പക്ഷികളെ കണ്ടുപിടിച്ചിങ്ങനെ നടക്കുകയാണ്. ഇന്നലെ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് 71 സ്പീഷീസിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, തൃശ്ശൂരും അത് പോരുന്ന വഴിക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നലെ മൊത്തത്തിൽ 71 സ്പീഷീസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. 71 72 വീട്ടിൽ നിന്നെന്തോ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നോക്കാം, ലാസ്റ്റ് നോക്കാം നമുക്ക്. പക്ഷേ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വാഗമൺ അങ്ങ് വരെ പോകണമെന്ന് വിചാരിച്ചില്ല. ഞാൻ വേറെ റൂട്ട് പിടിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ ഒരു റൂട്ട് പോകണോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ഇന്നത്തെ ഒരു ബേഡിങ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അങ്ങോട്ട് പോകണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പം 4ാമത്തെ ദിവസമായിരിക്കും. ഇന്ന് 2ാമത്തെ ദിവസമാണല്ലോ. എന്തായാലും ഈ വാഗമണ്ണ് കയറി വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ പക്ഷികളെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വോയിസ് ഓവറായിട്ട് പറയാം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. നമുക്ക് ഇങ്ങനെ സംസാരിച്ചിരിക്കാനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വാഗമണ്ണിൻ്റെ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ പുള്ളിക്കാനം ആ ഒരു തേയിലത്തോട്ടം വരെയൊക്കെ പോകുന്നുള്ളൂ. അവിടെയൊക്കെ ഒരു പൈഡ് ബുഷ് ചാറ്റിനെയൊക്കെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ഇറങ്ങിയിട്ട് ഇത് അങ്ങ് ബാക്കിൽ കാണുന്ന കുളമാവിൻ്റെ ഏരിയ ആണ്, അങ്ങോട്ട് പോകാനുള്ളതാണ്. നമ്മുടെ ആ ഒരു ഒക്ടോബർ ബിഗ് ഡേയുടെ ആ ഒരു പ്ലാനിലുള്ള ആ ഒരു ഡയറക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കയറി വരുന്ന വഴിക്ക് തന്നെ ഇഷ്ടം പോലെ പക്ഷികളെ കിട്ടി. യെസ് വോയിസ് ഓവർ അധികം സംസാരിച്ചിരിക്കാൻ നേരമില്ല, അതുകൊണ്ടാണ്. രാവിലെ സൂര്യൻ ഉദിച്ചു വരുന്നതിനൊപ്പം ബേഡിങ് ചെയ്യാൻ പ്ലാനിട്ട ഞാൻ ഒരു 6:10 കൂടിയതായി മൂലമറ്റം വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടൊന്ന് നടുവ് നിവർത്തി. അപ്പോഴേക്കും പ്രതീക്ഷിച്ചതും പ്രതീക്ഷിക്കാത്തതുമായിട്ടുള്ള പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ തുടങ്ങിയിരുന്നു. നമ്മൾ ബേഡിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തുന്നതിന് മുൻപേ തന്നെ കാട്ടുകോഴിയും മുള്ളൻകോഴിയും പുള്ളുനത്തും ചോലക്കുടുവനും ചെങ്കുയിലും മഞ്ഞച്ചിന്നനും പുള്ളിച്ചിലപ്പനും ചൂളക്കാക്കയും വേറെ ഒരുപാട് ഇനം പക്ഷികളും നമ്മളെ ശബ്ദം കൊണ്ട് പ്രസൻസ് അറിയിച്ചു. ദാ ഇവിടെ എത്തുമ്പോൾ ഒരു വഴികുലുക്കി റോഡിൽ നിന്ന് പറന്നു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അവിടെ അതിനെ കണ്ടു ഇല്ല. നേരം വെളുക്കുമ്പോൾ തന്നെ പല പക്ഷികളും നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഈ കരിയില കാടകളെ കണ്ടില്ലേ? ഇൻട്രോ എടുക്കാൻ വന്നു നിന്ന ഈ സ്ഥലത്തിന് ചുറ്റും മരങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്ന മനോഹാരിതയും കണ്ടു. അതുമാത്രമല്ല, വാഗമണ്ണിൽ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില പക്ഷികളെയൊക്കെ രാവിലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. എന്നാലും മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ലക്ഷ്യം, അവിടേക്കാണ് നമ്മളുടെ യാത്ര. അങ്ങനെ നമ്മൾ നമ്മൾ സ്ഥിരം വരാറുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. ദേ അപ്പുറത്ത് നേരെ കാണുന്ന ആ ചന്ദ്രൻ്റെ താഴെ ഇല്ലിക്കക്കല്ല്. നമ്മൾ 1.5 മാസം മുമ്പ് ഇവിടെ വന്നായിരുന്നു. അത് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട് ചാനലിൽ. നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണേ. ഞാൻ അധികം നേരം എടുക്കുന്നില്ല, അതുപോലെ ഇതിലൊന്ന് നടന്നു നോക്കുകയാണ്. ഇങ്ങനെ ഒരു 15 മിനിറ്റ് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പ്രാക്ടീസിന് കിട്ടാറുള്ളതാണല്ലോ കെസ്ട്രൽ, കരിമ്പരുന്ത്. പിന്നെ ഇവിടെ പാഡി ഫീൽഡ് വിപ്പിറ്റ് കാണാറുണ്ടായിരുന്നു, വയൽ വരമ്പൻ. പിന്നെ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ തീ പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതുണ്ടല്ലേ, കരിഞ്ഞെരിഞ്ഞ് കിടക്കുകയാണ്. പാഡി ഫീൽഡ് വിപ്പിനെ കണ്ടു, ഞാനങ്ങ് പറന്നുപോയി. പക്ഷേ ഇവിടെ സാധാരണ കേൾക്കാറുള്ള പുല്ലുപ്പൻ, അതുപോലെ മേനിക്കാട എന്ന് പറയുന്ന പെയിൻറ്റഡ് ബുഷ്കയിൽ ഒന്നും കേൾക്കുന്നില്ല. രാവിലെ വരുമ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു. പാഡി ഫീൽഡ് പിപ്പിറ്റ് അഥവാ വയൽ വരമ്പൻ ഇപ്പോൾ ഒത്തിരി ദൂരത്തല്ലാതെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. 2 പേരുണ്ട്. ഞാനാണെന്ന് മനസ്സിലായത് കൊണ്ട് ഇപ്പോൾ പേടിയില്ലാതെ മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഡീലിങ്സ് ഒക്കെ ഉണ്ട്. ഈ ലൊക്കേഷനിലെ മുന്നത്തെ വ്ളോഗ്സ് കണ്ടാൽ അറിയാം. ഇല്ലിക്കക്കല്ലിനെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഒരു ഇരട്ടത്തലച്ച് ബുൾബുൾ ഇരുന്ന് വെയിൽ കായുന്നുമുണ്ട്. ഇപ്പോൾ ഈ പരിസരത്ത് നിന്ന് പെയിൻറ്റഡ് ബുഷ്കെയിലിൻ്റെ ഒച്ച കിട്ടും കേട്ടോ. മീനിക്കാടയുടെ പുല്ലുകുനെ കേൾക്കാനില്ല. നോക്കാം. ഈ ഒരു പ്രദേശം പലതവണ ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളതാണ്. ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരിടമാണിത്. എൻ്റെ പ്രിയപ്പെട്ട ഒരിടം. എൻ്റെ മാത്രമല്ല, ഈ വയൽവരമ്പനെ പോലെ ഒരുപാട് പക്ഷികളുടെയും പ്രിയപ്പെട്ട സ്ഥലമാണിത്. ശരിക്കും ഈ സർവേ ഒക്കെ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ ആസ്വദിച്ച് നടക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു റഷ് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ പക്ഷികളെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു ഒരിത് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ
എന്നാലും ദിസ് ബ്യൂട്ടിഫുൾ അല്ലേ അല്ലേ. പയ്യെ പയ്യെ നമുക്ക് ആസ്വദിച്ച് തന്നെ പോവാം. ഇന്നെന്തായാലും 7 മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്തിയത് കൊണ്ട് സാറിന് ഞാൻ വീട്ടിൽ നിന്ന് 7 മണിക്ക് ഇറങ്ങുന്നത്. 1 മണിക്കൂർ എടുക്കും ഇവിടെ എത്താൻ. നല്ല രസമുള്ള സൂര്യകിരണങ്ങൾ, വട്ട് കോക്കനട്ട്. അത് നമുക്ക് പെട്ടെന്ന് ഒബ്സർവ് ചെയ്തിട്ട് പോയേക്കാം. പാടി ഫീൽഡ് പിന്നെ മാത്രം കണ്ടില്ലേ, ഇവിടേക്ക് എന്തൊക്കെയോ കരയുന്നുണ്ട്. നോക്കാം. ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഒരു സംഭവമായിരുന്നു എന്ന് ഞാൻ കൺഫേം ചെയ്തത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമായിരുന്നു. അതുകൊണ്ട് ആ ഒരു മൊമെൻറ്റിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അന്നേരം ഞാൻ അറിഞ്ഞില്ല. ഇതായിരിക്കുന്ന ഒരു കുഞ്ഞു പക്ഷിയെ കണ്ടില്ലേ, അതുപോലെ 4 എണ്ണം ഇവിടെ ചാടി നടപ്പുണ്ട് കേട്ടോ. അധികമൊന്നും പുറത്തേക്ക് വരാതെ ഈ കുറ്റിക്കാടിനിടയിലൂടെ അവർ ചാടി ചാടി നടന്നു. പഫ് ത്രോട്ടഡ് ബാബ്ലർ എന്ന പൊടിച്ചിലപ്പിൻ്റെ രൂപവും സൈസും എന്നാൽ വ്യത്യസ്തമായ ശബ്ദവുമായി. ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ പക്ഷിയാണെന്ന് അന്നേരം എൻ്റെ മനസ്സിൽ തോന്നി. പക്ഷേ ഇതിനിടയിലൂടെ മാത്രം നടക്കുന്നത് കൊണ്ട് കൃത്യമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ എനിക്ക് അന്നേരം പറ്റിയിട്ടുമില്ല. വീഡിയോയിൽ എവിടേക്കോ മിന്നിമറിഞ്ഞു പോകുന്നുണ്ടെങ്കിലും സ്പോട്ടിൽ അത് ചെക്ക് ചെയ്യാനും പറ്റില്ല. അവസാനം ഞാൻ ആ ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു. ഇത് പുതിയ ശബ്ദത്തിൽ കരയുന്ന പൊടിച്ചിലപ്പൻ തന്നെയാണ്, നിന്ന് സമയം കളയണ്ട. പക്ഷെ വ്ളോഗ് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും നേരം ക്യാമറയ്ക്ക് പിടിതരാതെ നടന്നത് എൻ്റെ ഒരു ലൈഫറായിരുന്നെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്ഥലം എനിക്ക് GBBCയിൽ സമ്മാനമായി തന്നിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോയ എൻ്റെ ലൈഫർ, എൻ്റെ ടോണിക്കുട്ടൻ. ടോണിക്കുട്ടനല്ല കേട്ടോ, ടോണി ബില്ലിഡ് ബാബ്ലർ. ചിന്ന ചിലപ്പൻ എന്നാണ് മലയാളത്തിൽ ഇതിൻ്റെ പേര്. അത്ര റെയർ ആയിട്ടുള്ള പക്ഷിയൊന്നും അല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചു നേരം കൂടി കണ്ടു നിന്നേനെ. പക്ഷേ അറിയാതെ പോയല്ലോ. കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തു വരാതെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടും സമയം പോകുന്നത് കൊണ്ടും പൊടിച്ചിലപ്പൻ എന്ന് കരുതി ഞാൻ മുന്നോട്ട് നടക്കാൻ തന്നെ തീരുമാനിച്ചു. എനിക്ക് ഒരുപാട് ലൈഫറുകൾ തന്നിട്ടുള്ള സ്ഥലമാണിത്. പുതിയൊരെണ്ണത്തെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് നീ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നീ സ്ഥലം എന്നോട് ചോദിക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടാവാം ഇനിയും ഒരു 3 ലൈഫറുകളെ കൂടി തരാൻ ഈ സ്ഥലം തീരുമാനിച്ചത്. ഈ കാണുന്ന വയൽവരമ്പനല്ല കേട്ടോ, ആ ലൈഫറുകളെ വഴിയേ നമുക്ക് കാണാം. സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, ഈ കാണുന്ന ഒരു കുഞ്ഞു മലയുടെ തൊട്ട് താഴെ അല്ലെങ്കിൽ അതിൻ്റെ താഴ്വാരത്ത് ഒരു തേയിലക്കാടുണ്ട്. അവിടെ നമുക്കൊന്ന് നോക്കാം. പക്ഷേ അതിനു മുമ്പ് ഞാൻ ആ തേയിലത്തോട്ടം വരെ ഒന്ന് പോയി വരട്ടെ. ഹായ്. ആ തേയിലത്തോട്ടം വരെ ഒന്ന് പോയിട്ട് വന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കയറി നോക്കാവേ. അപ്പോഴത്തേക്കും കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവുമെന്ന് തോന്നുന്നു നമ്മുടെ നീലഗിരി മരപ്രാവൊക്കെ. അങ്ങനെയാണെങ്കിൽ അവനെ കിട്ടും. പക്ഷേ ഞാനിപ്പോൾ ഇത് 1/2 മണിക്കൂറായി ഇവിടെ വന്നിട്ട് കണ്ടു നിൽക്കുകയാണ്. ശരിയാണ്, അങ്ങനെ കണ്ടു നിൽക്കുന്ന കഴിഞ്ഞാൽ സമയം പോകും. 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. 7:30 നോക്കാം. ചില സമയങ്ങളും ചില സമയങ്ങളുടെ ചിന്തകളും ഒക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും, നമുക്കത് ഗുണം ചെയ്യുമെന്നൊക്കെ പറയുന്നത് ശരിയായിരിക്കും. ഞാനിപ്പോൾ 15 മിനിറ്റ് അവിടെ നിന്ന് നോക്കിയിട്ട് പോകാമെന്നൊക്കെ ഓർത്തല്ലേ വന്നേ. പക്ഷേ എനിക്ക് ഒരു തോന്നൽ വന്നിട്ട് ഞാൻ ഇങ്ങ് നടന്നു വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ കാടുണ്ടല്ലോ, പണ്ട് ഞങ്ങൾ ഈ കാട്ടിൽ കയറാൻ വന്നിട്ട് അട്ടകടി കണ്ട് ഓടിയിട്ടുള്ളതാണ്. എനിക്കിത് ഇപ്പോൾ ഇവിടെ നിന്ന് സ്ക്വയർ ടൈൽഡ് ബുൾബിൾ എന്ന് പറയുന്ന ഒരു ബുൾബിളിനെ കിട്ടിയേക്കാണ്. എനിക്ക് ഒരു ലൈഫർ കിട്ടിയേക്കാണ്. ലൈഫർ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കാം. ഇനി നമുക്ക് സമയങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ കുറച്ച് ഫോട്ടോസും ഒരു ഫുട്ടേജൊക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ വ്ളോഗ് ചെയ്യാതെ തന്നെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഉളുപ്പണിയിൽ പോയിരുന്നു. നമ്മൾ ലാസ്റ്റ് ഉളുപ്പണി വ്ളോഗ് ചെയ്തതിന് ശേഷം അന്ന് ശരിക്കും അവിടെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ GBBCയുടെ ഫസ്റ്റ് കിട്ടിയ ഹരീഷ് നമ്പ്യാർ, അദ്ദേഹം ഒരു സ്ക്വയർ ടൈൽ ബുൾബിളിൻ്റെ ഒരു ഇത് ഇട്ടേക്കുന്ന കണ്ടപ്പോഴാണ് ഞാൻ അവിടേക്ക് പോയത്. പക്ഷേ എനിക്ക് അന്ന് കിട്ടിയില്ല. എന്നാലും അന്ന് ശരിക്കും ഞാൻ ഉളുപ്പണി നമ്മൾ കണ്ടിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ ആ ഒരു മലമണ്ടയിൽ കുറേ നേരം വെയിലും കൊണ്ട് നിന്നിട്ട് തിരിച്ചു വരുമല്ലേ എന്ന്. ശരിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്ന നല്ല അടിപൊളി കാടുകളുണ്ട്. നമുക്കൊരു സംഭവം എന്തായാലും അന്ന് കിട്ടാത്ത അവനെ നമുക്കത് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയേക്കാണ്, സ്ക്വയർ ടൈൽ ബുൾബിൾ. സന്തോഷം. അങ്ങനെ GBBCയിൽ എനിക്ക് ലൈഫർ കിട്ടി. കരിമ്പൻ കാട്ടുബുൾബുളിനെ കിട്ടിയ സന്തോഷത്തിൽ നടക്കുമ്പോൾ ദേ ഇരിക്കുന്നു ഒരു പിപ്പിറ്റ്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായിട്ടോ നമ്മുടെ വയൽവരമ്പൻ തന്നെയാണ് ആള്. അവനിങ്ങനെ രസമായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ എൻ്റെ GBBC ഓട്ടത്തെക്കുറിച്ച് മറന്നുപോയി. കുറച്ചു നേരം കണ്ടു നിന്ന് ഫോട്ടോസ് എടുക്കാമെന്ന് ഓർത്തപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് അപ്പുറത്തേക്ക് അങ്ങ് മാറി. ഈ വയൽവരമ്പനെ അവിടെ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ അതിൻ്റെ ഫോട്ടോ എടുക്കാൻ അടുത്തേക്ക് ചെല്ലാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത നിമിഷത്തിൽ അപ്രതീക്ഷിതമായിട്ട് ആ കാര്യം സംഭവിക്കില്ലായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് മരങ്ങളുടെ ബൊക്കെ വരുന്ന വിധത്തിൽ ഫ്രെയിം സെറ്റ് ചെയ്ത് കുറച്ചുകൂടി അടുത്തേക്ക് നടന്നപ്പോൾ ആയിരുന്നു ആ ഒരു കാര്യം സംഭവിച്ചത്.
അടിപൊളി രോമാഞ്ചിഫിക്കേഷൻ മൊമെൻ്റ് ഇതാ ഇപ്പം തന്നെ, അതായത് സ്കേർട്ട് എല്ല് ബുൾബുളിനെ കണ്ടിട്ട് ഇതാ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇവിടെ ഒരു പിപ്പിറ്റിരിപ്പുണ്ട്. നിങ്ങളതിൻ്റെ വീഡിയോ കണ്ടു. ആ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് പോകാൻ ഓർത്തിട്ട് ഞാൻ പയ്യെ ഈ പാറയ്ക്കടെ വളരെ അലക്ഷ്യമായിട്ട് നടന്നു. പിപ്പിറ്റ് പറന്നു പോയാലും പൊക്കോട്ടെ എന്ന് പറഞ്ഞു, നമ്മുടെ പാടി ഫീൽഡ് തന്നെയാണ്. അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കാൽ ചോട്ടിൽ നിന്ന് ഒരു നൈജർ അങ്ങനെ ഒറ്റ പറക്കൽ. സാവന്ന നൈജറാണ്, സാവന്ന നൈജർ. പക്ഷേ ഞാൻ കൺഫേം ചെയ്യും. അതിന് ശേഷം ഞാൻ ക്ലിക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് നല്ലൊരു പിക്കല്ല കിട്ടിയത്. പുള്ളിക്കാരൻ ഈ ഒരു പുല്ലിൻ്റെ ഇടയ്ക്കല്ല, അവിടെ ഒരു പാറപ്പുറത്ത് വീണ്ടും പോയിരുന്നു. ഞാൻ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ സ്വയമായിട്ട് അത് പറന്നു. പുള്ളി അങ്ങ് പറന്നിട്ട് ഇത് ഇങ്ങനെ ഇതിലേ പോയപ്പോഴത്തേക്കും ഒരു ഷിക്രക്കുട്ടൻ, ഒരു ആൺ ഷിക്രക്കുട്ടൻ, പുള്ളിക്കാരൻ ഇതിനെ പിടിക്കാൻ നോക്കി പറക്കുന്ന കണ്ടിട്ട്. ഞാനാണ് ശരിക്കും ഇതിന് കാരണം. പക്ഷേ ഷിക്രക്കുട്ടൻ അവനെ പിടിക്കാൻ നോക്കിയപ്പോൾ ഒളിച്ചിരിക്കാനുള്ള ഒരു ആഗ്രഹമൊക്കെ വിട്ടിട്ട് ജീവനും കൊണ്ട് പറന്നു. അന്നേരം എനിക്ക് അതിൻ്റെ വീഡിയോയും കിട്ടി. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാണാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല, പക്ഷേ പുള്ളിക്കാരൻ പറന്നു പോകുന്നതിൻ്റെ ഒരു വീഡിയോ കിട്ടി. നമുക്ക് ID കൺഫേം ചെയ്യാൻ അത് മതി എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എന്തായാലും റെയർ എന്നാണ് കാണിച്ചേക്കുന്നത്. ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നൈജറിനെ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്, ഇന്ന് മാത്രം എക്സ്പെക്റ്റ് ചെയ്തില്ല. അതങ്ങനെയാണ്. ഇനി വരുമ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു സ്പോട്ടിൽ നമുക്കൊരു ദിവസം രാവിലെ ഈ സമയത്ത് വന്ന് നോക്കാം. പതുങ്ങി സൂം ചെയ്ത് ഓരോ പാറകളിങ്ങനെ എണ്ണിപ്പറക്കി നോക്കണം. ചിലപ്പോൾ ഇതിനെ കാണണം എന്നുണ്ടെങ്കിൽ 2 ലൈഫറാട്ടോ എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്നത്. സാവന തന്നെയാണ്. എന്തായാലും സന്തോഷമായി. അങ്ങനെ ഷിക്രക്കുട്ടനെയും നല്ല രസമായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റി. പുള്ളിക്കാരൻ കാരനാണ് നമുക്ക് ശരിക്കും അതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയത്. മേ ബി അതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതൊരു അതിൻ്റെ ഒരു ഇതായിരിക്കും ഇതിൻ്റെ ഒരു അത് അല്ലേ. ഇനി എനിക്കിവിടെ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആഗമനോദ്ദേശം നടന്നു എന്നെനിക്ക് തോന്നുന്നു. ഈ ഒരു സ്പോട്ടിൽ, ഈ ഒരു സ്ഥലത്ത് മാത്രം. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാമെന്നാണ് കരുതുന്നത്. നടന്നേക്കാം. ഞാൻ വീണ്ടും വരും ഒരു ദിവസം പാറകൾ അരിച്ചു പറക്കാൻ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം എന്ന് തന്നെ പറയുന്ന ഒരു സ്പോട്ടാണിത്. ഇവിടെ നിന്ന് പല ലൈഫേഴ്സിനെയാണ് എനിക്ക് കിട്ടിയത്. അതും അടിപൊളി സാധനങ്ങൾ. കുറച്ചേറെ നിങ്ങൾ കത്തിയേക്ക് നമ്മുടെ ഈ GBBCയുടെ ഒരു ഇതല്ലെങ്കിലും ശരിക്കും ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന പക്ഷികൾ അല്ലെങ്കിൽ സ്പെഷ്യൽ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ട്രീ പിപ്പിറ്റിനെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, എനിക്ക് വലിയ ഓർമ്മ വരുന്നില്ല. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കഴിഞ്ഞൊരു വ്ലോഗിൽ ഈ ഒരു സ്ഥലത്തുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ പറയുന്നുണ്ട് വെസ്റ്റേൺ ക്രൗണ്ട് ബ്ലാബ്ലയല്ല, വെസ്റ്റേൺ ക്രൗണ്ട് വാബ്ലർ, അതുപോലെ പിന്നെ ഒരു ടിക്കൽസ് ലീഫ് വാബ്ലർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പക്ഷികൾ. പിന്നെ എന്തൊക്കെയുണ്ട്. ദിസ് ഈസ് എ സ്പെഷ്യൽ പ്ലേസ് ഫോർ മീ. അവിടെ ഇരുന്നിട്ട് നമ്മുടെ ഗ്രീനിഷ് വാബ്ലറാണ് കരയുന്നുണ്ട്. അതായത് ഇളം പച്ച പൊടിക്കുരുവി. യെസ്. പക്ഷേ നമുക്കിപ്പോൾ പൊടിക്കുരുവിയെ നോക്കി നിന്ന് വീഡിയോ എടുക്കാൻ സമയമില്ല. 1 മണിക്കൂറായി ഞാനിവിടെ സ്റ്റേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടെ തങ്ങുന്നു. സ്റ്റേ എന്നാണ് പറയുന്നത്, ഇവിടെ സ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ തന്നെ അടുത്ത ലൊക്കേഷൻ പിടിക്കാം. 8 മണി 10 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുളമാവ് ചെല്ലാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ തവണ നമ്മുടെ GBBCയിൽ അല്ലെങ്കിൽ ഒക്ടോബർ ബിഗ് ഡേയിൽ അതേ പ്ലാനിൽ നമ്മൾ പോയിട്ട്, പക്ഷേ മഴ നമ്മുടെ പരിപാടിയെല്ലാം കുളവാക്കിയത് കൊണ്ട് എത്ര പക്ഷികളെയാണ് കിട്ടാതെ പോയതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും. അത് രാവിലെ വന്നപ്പോൾ തന്നെ നമുക്ക് എന്തോരം കിട്ടി അല്ലേ. അതൊക്കെയും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വ്ളോഗ് ചെയ്യാത്തതിൻ്റെ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എല്ലാം വ്ളോഗ് ചെയ്ത് കാട്ടാത്തതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഭയങ്കരമായിട്ട് മടുത്തു പോയി 4 ദിവസം കൊണ്ട്. നമുക്കത് കഴിഞ്ഞിട്ട് അടിപൊളി വ്ളോഗ്സ് ചെയ്യാം കേട്ടോ. ഐ എം വെരി മച്ച് ഹാപ്പി ടുഡേ. ദിസ് പ്ലേസ് നെവർ ഡിസപ്പോയിൻറ്റ്സ് മീ. എന്താ പറയണ്ടേ, ആ പറന്നു പോയത് ശരിക്കും ഒരു ഇന്ത്യൻ നൈജറായിരുന്നു, നാട്ടുരാച്ചുക്ക്. സ്പീഷീസ് കൺഫേം ആവാത്തതുകൊണ്ട് ഞാൻ ആ GBBC ലിസ്റ്റിൽ അന്നേരം ആഡ് ചെയ്തില്ല. പക്ഷേ GBBC തീർന്ന് തൊട്ടടുത്തൊരു ദിവസം തന്നെ ഞാൻ അവിടെ എത്തി, അതിനെ കണ്ടു, കൺഫേം ചെയ്തു, കിടിലം ഫോട്ടോസ് എടുത്തു. ഈ പക്ഷികാമാങ്കത്തിന് ശേഷം ആ ഒരു വ്ളോഗ് വരുന്നതായിരിക്കും, കാത്തിരുന്ന് കാണുക. അടിപൊളി. ആ തേയിലത്തോട്ടത്തിൽ പോയി കണ്ടുപിടിക്കാനിരുന്ന പൈഡ് ബുഷാറിനെ ഇവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ അങ്ങോട്ട് പോവുകയാണ്. കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ബിഗ് ഡേയുടെ അഡീഷനായിട്ട് റോസി സ്റ്റാർലിംഗ് കിട്ടിയായിരുന്നു. അതുപോലെ ജംഗിൾ മൈനയും. അതൊക്കെ നമുക്ക് ഇന്നലെ തന്നെ കോളിൽ നിന്ന് കിട്ടി. പിന്നെ എനിക്ക് പൈഡ് ബുഷാറ്റായിരുന്നു കിട്ടാതെ ഉണ്ടായിരുന്നത്. എന്നാലും ഞാൻ അവിടെ വരെ പോകും, കാരണം കുറച്ച് ഈഗിൾസിനെ കിട്ടാനുണ്ട്, കെസ്ട്രലിനെയൊക്കെ കിട്ടാനുണ്ട്. നോക്കണ്ടേ, വേണം.
ആൻഡ് ദാറ്റ്സ് അനദർ സർപ്രൈസ്. ഇറ്റ്സ് എ സൈബീരിയൻ സ്റ്റോൺ ചാറ്റ്. ഇതിൻ്റെ മലയാളം പേര് അറിയില്ല, ക്ഷമിക്കുക, എഴുതി കാണിക്കാം. ഫീമെയിൽ ബേഡാണ്. അതും എനിക്ക് ലൈഫറാണ്. ഇവിടെ നേരത്തെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, സീസണൽ ബേഡാണ്. 3 ലൈഫേഴ്സാണ് ഇത് ഈ ഒറ്റ സ്പോട്ടിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു സ്പെഷ്യൽ സ്ഥലമാണ്, സ്പെഷ്യൽ സ്ഥലം. നമുക്ക് ഇവിടെ നിന്ന് പോയ കാനി അല്ലേ. ഈ കിടക്കുന്നത് കാട്ടുമുയലിൻ്റെ കാഷ്ടമാണ് കേട്ടോ. എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത ഐഡിയ ഒക്കെ ചോദിച്ചു, അപ്പോഴാണ് മനസ്സിലായത് കാട്ടുമുയലിൻ്റെ കാഷ്ടമാണ് ഇത്. കാഷ്ടം. ഇനി നമുക്ക് ഇവിടുന്ന് പോയേക്കാം. വളരെ സന്തോഷമായിട്ട് പോയേക്കാം. 8:30 ആയിട്ടുണ്ട്. 1.5 മണിക്കൂറായിട്ട് ഇവിടെ നിൽക്കുക. ഞാൻ 15 മിനിറ്റ് ലിസ്റ്റ് ഇട്ടില്ല, കാരണം അത് എനിക്ക് ഭയങ്കര മടുപ്പാണ്. ശരിക്കും അങ്ങനെയാണ് വേണ്ടത്. അതിനൊരു സയൻറ്റിഫിക് വാല്യൂ ഉണ്ട്. ശരിക്കും എല്ലാവരും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഭയങ്കരമായിട്ട് മടുത്തു പോയി കഴിഞ്ഞ തവണ. അത് ഈ വ്ളോഗും കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് മെയിനായിട്ടും. അതുകൊണ്ട് അങ്ങനെ മടുക്കുന്ന ചില സംഭവങ്ങൾ ഒഴിവാക്കി, അല്ലെങ്കിൽ 4 ദിവസം ഭയങ്കര പാടാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സ്ഥിരം പ്ലേസിലേക്ക് എത്തിയേക്കാണ്. ഇവിടുന്ന് പിന്നെ എനിക്ക് ഇനി റാപ്റ്റേഴ്സിനെ ഏതെങ്കിലും കിട്ടിയാൽ മതി. കരിമ്പരുന്ത്, അതുപോലെ ബൂട്ടഡീകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇത് അവിടെ തേയിലയിൽ എന്തൊക്കെയോ അടിച്ചൊക്കെ വിടുന്നുണ്ട്. കീടനാശിനിയാണോ എന്തോ, അറിയാവുന്നവരൊന്ന് പറ, കേൾക്കട്ടെ. ഒരു തരത്തിലുള്ള റാപ്റ്റേഴ്സിനെ കാണാത്ത തന്നെ അത്ഭുതപ്പെടുത്തുക കേട്ടോ. ബ്ലാക്ക് ഈഗിളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, പക്ഷെ കാണുന്നില്ല. ഞാൻ അവിടെ നിന്ന് ചുമ്മാ അതെ ഇപ്പുറത്തൊരു സ്ഥലം വരെ വന്നു. എന്തെങ്കിലും റാപ്റ്റേഴ്സിനെ കാണുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഭയങ്കര വലിയ കൊക്കയാണ്. സേഫ്റ്റി മുഖ്യം. പക്ഷേ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം റാപ്റ്റേഴ്സ് പറന്ന് നടക്കുന്ന കാണാൻ എളുപ്പമുണ്ടല്ലോ. നോക്കി, കണ്ടില്ലേ? പക്ഷെ ഒന്നും കാണാനില്ല. GVCയിലേക്ക് ഇവിടെ നിന്ന് ഇനി പുതിയ അഡീഷൻ ഒന്നും കിട്ടാനില്ലാത്തത് കൊണ്ട് ഞാൻ വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് ചെന്തലയും വേലിത്തത്തകളും ഒരു ലൈൻ കമ്പിയിൽ ഇരിക്കുന്നതും കണ്ടു. അങ്ങനെ അതിനെയും നമുക്ക് GVCയിലേക്ക് ഒരു അഡീഷനായിട്ട് കിട്ടി. പക്ഷേ കുളമാവ് ചെല്ലുമ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഒരു പക്ഷി തന്നെയാണിത്. കണ്ടു നിൽക്കാൻ നേരെ ഇല്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് അടുത്ത ലൊക്കേഷൻ പിടിക്കാം അല്ലേ. ഈ സ്ഥലം ഓർക്കുന്നുണ്ടോ? നമ്മൾ ഒരു വർഷമൊക്കെ മുമ്പ് കോമൺ കെസ്ട്രൽ റെയിൻ പുള്ളിനെ കാണാൻ വേണ്ടി വന്നു. നല്ല അടിപൊളിയായിട്ട് അവൻ ഇരുന്ന് തന്ന് നല്ല വീഡിയോ ഒക്കെ എടുത്തായിരുന്നു. അതേ സ്ഥലമാണ്. ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു ബൂട്ടഡ് ഈഗിൾ അഥവാ വെള്ളക്കറുപ്പും പറക്കുന്നതും കണ്ടു. അപ്പോൾ തന്നെ 2 കരിമ്പരുന്തുകളും പറന്നു പോകുന്നത് കണ്ടു. ബ്ലാക്ക് ഈഗിൾ. പരുന്തുകളെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ ഇവിടെ ഒന്ന് കയറി നോക്കിയേക്കാമെന്ന് വിചാരിച്ചത്. അതെന്തായാലും നന്നായി അല്ലേ. എന്തായാലും മുകളിൽ കയറി നോക്കാം. നമ്മുടെ കെസ്ട്രൽ കുട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്നറിയില്ല, നോക്കണമല്ലോ. നല്ല വെയിലായി. ഇവിടുത്തെ പുല്ലെല്ലാം ഉണങ്ങിയിരിക്കണല്ലേ. നേരത്തെ വന്നപ്പോൾ ഇത് പച്ചപ്പായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഈ വെയിൽ സഹിക്കാം കേട്ടോ. ഇന്നലെ കോളിൽ നിന്ന് കിട്ടിയ വെയിലെന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഞാൻ തലറിഞ്ഞ് വീഴുമെന്ന് പേടിച്ചിട്ട് ഞാൻ ഓടുക ചെയ്തേ. നോക്കി നിൽക്കണ്ട, നമുക്ക് പയ്യെ ഇറങ്ങിയേക്കാം. എന്തായാലും നല്ല രസമുണ്ട്. അധികം വെയിലില്ല, ചൂടില്ല, കാറ്റ് വീശുന്നുണ്ട്. പക്ഷെ നമുക്കിങ്ങനെ നിൽക്കാനുള്ള സമയമില്ലല്ലോ. പിന്നെയും പറയും. കാരണം GBBC വീഡിയോസ് കാണുമ്പം ചിലർ പറയാറുണ്ട് പക്ഷികളെ കാണുന്നില്ല, ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറേയൊക്കെ വോയിസ് ഓവറിലേക്ക് ആക്കിയത് ഈ ഒരു സംഭവം. എനിക്കത് വലിയ താല്പര്യമില്ല. കാരണം ഈ ഒരു എൻവയോൺമെൻറ്റിൽ, ഈ ഒരു നിമിഷത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ തന്നെ സംസാരിക്കുന്നതാണ് ഏറ്റവും രസം. പക്ഷെ ഇപ്പം അതിനുള്ള സമയവുമില്ല. പിന്നെ അങ്ങനെ പോകണ്ടല്ലേ, നമുക്ക് ഇറങ്ങിയേക്കാം. 9:45 നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ആ തേയിലക്കാട്ടിലേക്കൊന്ന് പോവാം. മൊണാർക്കോ, ഡാർക്ക് ഫ്രണ്ടഡ് ബാബ്ലറോ, അതായത് വെണ്ണീലി, പൊടിച്ചിലപ്പൻ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. അങ്ങനെ വെയിൽ കനത്ത് വരുമ്പോൾ നമ്മൾ പതിയെ തണലത്തേക്ക് കയറിയേക്കാണ്. നമ്മുടെ തേയിലക്കാട് പലപ്പോഴും ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് കുറച്ച് പക്ഷികളെ കിട്ടാനുണ്ട്. അവരെ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് കാണാം. നമ്മൾ വിചാരിച്ചേക്കാളും സമയം ഇത്തിരി വൈകിട്ടുണ്ട്. 10:30 ആവാറായി. 10:30. ഞാൻ ഇവിടെ നിന്ന് ഒരു 11 മണി അല്ലെങ്കിൽ ഒരു 10:30 കഴിയുമ്പോഴത്തേക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ കയറാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ പെട്ടെന്നൊന്ന് ഒബ്സർവ് ചെയ്യാം. ഒരു അരമണിക്കൂർ മാക്സിമം. നല്ല ചിത്രശലഭങ്ങളും തുമ്പികളൊക്കെ നടപ്പുണ്ട്. നോക്കാൻ നേരമില്ല. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ ഒബ്സർവ് ചെയ്യുന്നു. പക്ഷികളെ കുറച്ച് കേട്ടു, പക്ഷെ ഒന്നും കാണുന്നില്ല. മുകളിൽ സർപ്പൻറ്റികൾ ചുട്ടിപ്പരുന്ന് പറക്കുന്നുണ്ട്.
അതുകൊണ്ട് ഞാൻ കത്തിയടിച്ച് വരുന്ന സമയം കളയുന്നില്ല, നിങ്ങളുടെ വീഡിയോയുടെ സമയം കളയുന്നില്ല. പക്ഷേ ഞാൻ കുറച്ച് സമയം കളഞ്ഞു ഇതിൽ കറങ്ങിയടിച്ചായിരുന്നു. നമുക്ക് തിരിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. 11:15 ഇവിടെ നിന്ന് പോകണം എന്ന് വിചാരിച്ചെങ്കിലും എനിക്ക് കുറച്ചുകൂടി ഒന്ന് മൂവ് ചെയ്യാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. സാരമില്ല, ഒരു 1.5 മണിക്കൂറും കൂടെ ഇവിടെ സ്പെൻഡ് ചെയ്യുമായിരിക്കും. നമുക്ക് കുളമാവ് കിട്ടേണ്ട ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഞാൻ കുറേ നേരം GBBC ആണെന്നുള്ളതൊക്കെ മറന്ന് ഈ പ്രകൃതിയിൽ അലിഞ്ഞിങ്ങനെ നടന്നു. കുറച്ച് പക്ഷികളെ കിട്ടി, നീലഗിരി പ്രാവിനെ കിട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല, കാണിക്കുന്നുണ്ടായിരുന്നില്ല. യെസ്, മൊണാർക്കിനെ കിട്ടി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കിട്ടി. ഈ കിട്ടി എന്ന് പറഞ്ഞിട്ട് കാണിക്കാത്ത എന്താണെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഫൈനലി ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെ കിട്ടി എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് തൽക്കാലം ഈ വീഡിയോ അങ്ങ് നിർത്തിയേക്കാം. ഞാൻ ഇനി മറ്റേ നമ്മുടെ ലോങ് ബിൽഡ് പിപ്പറ്റിനെയൊക്കെ കണ്ട നല്ല ചുട്ടിപ്പരുന്തൊക്കെ അടിപൊളിയായിട്ട് വന്നിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടില്ലേ, ആ സ്ഥലത്ത് കൂടി ഒന്ന് നോക്കും. അവിടെ ഡാർക്ക് ഫ്രണ്ടഡ് ബബ്ലർ ഉണ്ടോ, ഇന്ത്യൻ ബ്ലൂ റോബിൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോകും. പക്ഷേ ഞാൻ വ്ളോഗ് ചെയ്യുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. കാരണം വ്ളോഗും കൂടെ ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം വൈകും. എന്നിട്ട് ഞാൻ ഈ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മൂലമറ്റത്തോ അല്ലെങ്കിൽ കാഞ്ഞാറ് മൂലമറ്റോ എവിടെയെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നേരെ കുളമാവ് കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കുളമാവ് വീഡിയോയിൽ കാണാം, GBBCയുടെ 2ാമത്തെ ദിവസത്തെ 2ാമത്തെ വീഡിയോ. അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.